ഒളിച്ചോട്ടിട്ടല്ലേ പറ്റുള്ളൂ. അതിനിപ്പോൾ നമുക്ക് നടപടികൾ ഇപ്പോൾ പേടിച്ച് നമുക്ക് അങ്ങനെ ഒളിച്ചോട്ടിട്ടല്ലേ പറ്റുള്ളൂ. പ്രതികാരം എനിക്ക് അത് പ്രതികാരമാണോ എന്താണെന്ന് അറിയില്ല. എന്റെ അഭിപ്രായങ്ങൾ വളരെ കുറച്ചതാണ്. എന്റെ അഭിപ്രായങ്ങൾ വളരെ കുറച്ചതാണ്. അപ്പൊ അതിനകത്തുള്ള എല്ലാ പ്രൂഫും അതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും അവർക്കറിയുകയും ചെയ്യാം. ഇത് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം അവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഉപകരണങ്ങളുടെ ക്ഷാമവും എല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ വളരെ മന്ദഗതിയിലാണെന്നുള്ളതും അവർക്കറിയാവുന്നതാണ്. ഇപ്പോഴും ഉപകരണങ്ങൾ പലതും അവിടെ ഇല്ല എന്നുള്ളതും അവർക്കറിയാം. എല്ലാ രേഖകളും ഉൾപ്പെടെ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള എൻക്വയറി റിപ്പോർട്ട് തെളിവുകൾ അന്നേ കൊടുത്തിരുന്നതാണ്. 2 ദിവസം നടന്ന തെളിവെടുപ്പായിരുന്നല്ലോ. 2 ദിവസവും അതിന്റെ കൃത്യമായ രേഖകളെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കൊടുത്ത് അതിന്റെ രേഖകളെല്ലാം അതിന്റെ ഫോട്ടോ കോപ്പികളെല്ലാം കൊടുത്തിട്ടുണ്ട്. രക്തസമിതിയുടെ റിപ്പോർട്ട് പലരും ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. RTA വഴി വിവരാവകാശം വഴി പലരും ചോദിച്ചിരുന്നു, അത് കൊടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് എന്നെ കാണിച്ചിട്ടില്ല. അവരെന്താണ് എഴുതി കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ആരൊക്കെയാണ് തെളിവ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്താണ് അതിന് തെളിവ് കൊടുത്തതെന്ന് അറിയില്ല. അതെങ്ങനെയാണ് അവർക്കത് അങ്ങനെയൊക്കെ ഒരു കിട്ടിയെന്ന് അറിഞ്ഞൂടെ. അവിടെ ഉപകരണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ഓടി നടന്ന് ഇവിടുന്ന് അതിന്റെ 2 പ്രോബുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നതും പിന്നെ ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് അവർ ഹൈദരാബാദിൽ നിന്നൊക്കെ കൊണ്ടുതന്നതും ഒക്കെ അവർക്ക് ഉപകരണം ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. എത്രയോ പ്രാവശ്യം അവരെ അറിയിച്ചതാണ്. അവിടെ HDFCയിലെ ഒരു സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ കുട്ടിയാണ് എല്ലാ ദിവസവും പോയി അവിടെ പോയി പറയുന്നത്, ഇല്ല ഉപകരണം ഇല്ല, തീർന്നു, പ്രോബ് ഒടിഞ്ഞു പോയി, പ്രോബിന് 3 ഉള്ളൂ, അതിൽ ബാക്കി 2 ഉള്ളൂ, ബാക്കി 1 ഉള്ളൂ, 1 കൂടെ ഒടിയാറായി, 2 ആഴ്ചയേ ഉള്ളൂ, 1 ആഴ്ചയേ ഉള്ളൂ എന്നിങ്ങനെ കൗണ്ട് ഡൗൺമാര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ അറിയിച്ചതാണത്. ആ റിപ്പോർട്ട് ഒന്നുകിൽ വ്യാജം, ആ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. തീർച്ചയായിട്ടും അവരിപ്പോൾ ഈ റിപ്പോർട്ടിൽ അവരെന്താണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മൊത്തം കള്ളമാണെന്ന്. അതെനിക്കറിയില്ല, എന്താണ് നടപടി എന്നൊന്നും എനിക്കറിയത്തില്ല. ചട്ടലംഘനം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ചട്ടലംഘനമാണല്ലോ. അതിപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാ വഴികളും നമ്മൾ അടയുമ്പോൾ പിന്നെ അവസാനം എടുത്ത വഴിയാണത്. അതൊന്നും അറിയില്ല, അതെന്താണെന്നുള്ളത് അങ്ങനെ അറിയില്ല. അവരുടെ മുഖം രക്ഷിക്കാൻ അവർ നോക്കും. ഇതിനെല്ലാം കൃത്യമായ മറുപടി അന്നേ ഞാൻ ഒരു കമ്മീഷനെ കൊടുത്തിരുന്നതാണ്. എല്ലാ രേഖകളും ഉൾപ്പെടെ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള എൻക്വയറി റിപ്പോർട്ട് തെളിവുകൾ അന്നേ കൊടുത്തിരുന്നതാണ്. 2 ദിവസം നടന്ന തെളിവെടുപ്പായിരുന്നല്ലോ. സ്റ്റാൻഡർഡൈസേഷനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതിന്റെ മാത്രം ആക്സസറീസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ മാത്രം ആക്സസറീസ് ഉപയോഗിക്കാവൂ എന്ന് കമ്പനി പല പ്രാവശ്യം വാണിംഗ് തന്നിട്ടുണ്ട്. അതല്ലാത്ത എന്ത് ആക്സസറി ഉപയോഗിച്ചാലും നമുക്ക് ആ ഉപകരണത്തിന്റെ മേളിൽ യാതൊരു കേടാകുന്നതിന്റെ ഉത്തരവാദിത്വം അതിന്റെ കമ്പനിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഉപകരണം എന്ന് പറയുന്നത് 27 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ഇമ്പോർട്ടഡ് സാധനമാണ്. ഇതിന്റെ ഉപകരണത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും.